7 മണി തൊട്ട് 10 മണി വരെയാണ് രാവിലത്തെ സഫാരി. വൈകുന്നേരത്തെ ആണെങ്കിൽ 3 മണി തൊട്ട് 5 മണി വരെയുമാണ്. അപ്പം നമ്മൾ നമ്മുടെ സഫാരി സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് പിന്നെ ബൈസനെയും ആനേനെയും കരടിയും അതേപോലെ തന്നെ ടൈഗറും ഒക്കെ ധാരാളമായിട്ട് കാണപ്പെടുന്ന ഒരു കാടാണ്. നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് നോക്കാം. നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് നമ്മുടെ സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നത്. 1973 ശരിക്കും വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് നമ്മുടെ നീലഗിരി ബയോസ്ഫിയറിൻ്റെ ഒരു വളരെ പ്രാധാന്യം അറിയിക്കുന്ന സ്ഥലമാണ്. അതേപോലെ തന്നെ നമ്മുടെ കർണാടകയിലെ നാഗർഹോള, ബന്ദിപ്പൂർ, അതേപോലെ തമിഴ്നാടിൻ്റെ മുതുമല, അങ്ങനത്തെ റിസർവ് ചെയ്യപ്പെട്ട ഭാഗങ്ങളിലൊക്കെ ചുറ്റിപ്പെട്ട് കിടക്കുന്ന ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ് വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്നുള്ളത്. അതേപോലെ 2017-18 സർവേ പറയുന്നത് നമ്മുടെ കേരളത്തിലുള്ള ടൈഗേഴ്സ് പോപ്പുലേഷനിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സ്ഥലം ഇവിടെയാണെന്നാണ്. 176 ടൈഗേഴ്സാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അതിൽ 75 ടൈഗറും വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലാണ് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കൗതുകകരമായ കാര്യം. നമുക്ക് ഇവിടെ ഭയങ്കര ചാൻസസ് കൂടുതലാണ് ടൈഗറിനെ കാണാൻ പറ്റുക എന്നുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് സ്പീഷീസിലുള്ള വൈൽച്ചേഴ്സിൻ്റെ ഒരു സേഫ് ഹെവൻ എന്നാണ് നമ്മുടെ വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി ശരിക്കും അറിയപ്പെടുന്നത്.